ശിവ വരുമ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഇടയ്ക്ക് കയറാൻ വന്ന വരുന്നവർക്കും കിട്ടും. എന്റെ പൊന്നമ്മ ആളെ കിട്ടണ്ടേ? ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. ഈ പരിസരത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. എനിക്കാണെങ്കിൽ മൊത്തത്തിൽ പേടിയാവുക. രാവിലെ ഞാൻ കണ്ടപ്പോ നല്ല ടെൻഷനിലായിരുന്നു. നിങ്ങൾ പേടിക്കണ്ട, പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി വന്നേ, നമുക്ക് പോയി നോക്കിട്ട് വരാം. എടാ നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയേ. നീ കൊണ്ട് എടുക്കുന്നില്ല. എവിടെ പോയി കിടക്കണ്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ശിവാനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അവള് മൊത്തത്തിൽ ടെൻഷൻ ആയിരുന്നതാ. അയ്യോ, ഇതെന്തൊരു അത്ഭുതം. മൂന്നുപേരും കൂടെ എവിടെ പോണ്? ഞങ്ങള് മൂന്നുപേരോടെ ചുമ്മാ ഇറങ്ങിയത്. നീ എവിടെ പോണ്? ഞാൻ ചുമ്മാ ഇറങ്ങിയത്. എന്താ അളിയാ? അല്ല, എന്താ അളിയാ? എന്നെ അളിയാതെ വിളിക്കണേ ഞാൻ പറഞ്ഞല്ലോ എന്റെ അടുത്ത്. ഇപ്പൊ കണ്ടപ്പോ വിളിച്ചോയത്. കുഴപ്പമില്ല. അല്ല നീല പറഞ്ഞ നീ തിരക്കാതെ പിന്നെന്താ ഇവിടെ കിടന്ന് പറയണേ? അത് ഞാൻ തിരക്കായിരുന്നു. അപ്പം തിരക്ക് കഴിഞ്ഞിട്ട് കടയിലോട്ടൊന്ന് പോവാ. എന്താ തിരക്ക് കഴിഞ്ഞിട്ട് കടയിലോട്ടൊന്ന് പോവാന്ന്. കടയിൽ പോണോ? ആ, സത്യം പറയടാ, നീ എന്തിനാ പോയത്? അത് നേരത്തെ അളിയൻ വിളിച്ച് ചോദിച്ചില്ലേ ശിവാനിയെ കണ്ടോന്ന്? കണ്ടോന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ, വിളിച്ചോന്നല്ലേ ചോദിച്ചത്. കണ്ടോന്ന് ചോദിച്ചില്ലേ? അയ്യോ, ഇത് സത്യം പറഞ്ഞ വിളിച്ചോന്ന് ചോദിച്ചില്ലേ? വിളിച്ചിട്ട് അങ്ങോട്ട് വരുമായിരുന്നു. എന്തോ വിഷയം ഉണ്ടെന്ന് പോലെ തോന്നി. അതുകൊണ്ട് അങ്ങോട്ട് വന്നിട്ട് കാര്യം എന്താണ് തിരക്കാന്ന് പറയാൻ വേണ്ടി വന്നത്. സത്യം പറയണ, നീ പറയണ ഒന്നും കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് സിങ്ക് ആവണില്ല. സിങ്ക് ആവണില്ലേ? സത്യം പറഞ്ഞ അളിയൻ നേരത്തെ തന്നെ വിളിച്ച് ചോദിച്ചില്ലേ ശിവാനിയെ കണ്ടോന്ന്? അല്ല ചോദിച്ചിട്ടില്ല. അല്ല, വിളിച്ചോന്ന് ചോദിച്ചില്ലേ അളിയാ? അപ്പൊ ഞാൻ പറഞ്ഞത് വിളിച്ചെന്ന്. അങ്ങനെ പുട്ടും കടലയും അല്ല മട്ടും. സത്യം പറഞ്ഞ അവിടെ എന്തോ വിഷയമുള്ള പോലെ എനിക്ക് തോന്നി. അപ്പൊ കടയിരുന്നപ്പോ എന്റെ ഉള്ളി അങ്ങോട്ട് ചെല്ലണോന്ന്. അങ്ങനെ എന്താണ് പ്രശ്നം തിരക്കാൻ വേണ്ടി വന്നേണ്. ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. മക്കള് കടയിലേക്ക് എന്നെ പൊക്കോ. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. അല്ല, അങ്ങനെ പറഞ്ഞു വിടല്ലേ അളിയാ? ഞാൻ പറഞ്ഞു എന്നെ അളിയാന്ന് വിളിക്കരുത്. അപ്പൊ ചേച്ചി പറഞ്ഞില്ല, അപ്പൊ എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. പോടാ. എടാ ഒന്ന് പോടാ. ശരിയെന്നു. അതെ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നോ? ചോദിച്ചോട്ടെ. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും നീന്താൻ അറിയാമോ? അല്ല, പണ്ടെങ്ങാണ്ട് എപ്പോഴും ഉണ്ടല്ലോ, ശിവാനിയെ വിളിച്ചപ്പോ ശിവാനി പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും നീന്താൻ അറിയാം, അതിൽ ഏറ്റവും സൂപ്പറായിട്ട് നീന്തുന്ന ശിവാനിയാണെന്ന്. തന്നെ അവക്ക് നീന്താൻ അറിയാം. അറിയാല്ലേ? അപ്പോഴേ വേറൊരു ഉദാഹരണം ചോദിക്കട്ടെ. വലിയൊരു കടലില്, അല്ലെങ്കിൽ വേണ്ട, വലിയൊരു പുഴ, അതല്ലെങ്കിൽ അതും വേണ്ട, നമ്മളെ ഈ പാറമടയില് വീണ ശിവാനിക്ക് നീന്താൻ പറ്റുമോ? ഞാൻ നന്നായിട്ട് നീന്താൻ അറിയണ മുതലേ അടിയാലേ അത് അത്തു. അത്ര ആഴം കിടക്കില്ലടാ. ശരിയെന്ന്. പോടാ. അതെ, നമ്മളിവിടെ നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കൊച്ചിനെ തപ്പണ്ടേ? ശിവാ!